സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പുതിയൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു പാഠം? ഈ വെൽക്കം കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് പാഠം എന്നല്ലേ. അതിനു മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് എന്നും ടീച്ചർ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് എക്സാം ഒക്കെ അടുത്തതാണ്. ലൈവ് ക്ലാസ്സിന്റെ എല്ലാ നോട്ട്സും നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയാണ് അയച്ചു തരാറല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് ടീച്ചർ കടക്കാം. ഏതാണ്? ദാ നമ്മുടെ മഴവില്ല് വരയ്ക്കുന്നവർ എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് കാണാവുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് സാധാരണ 5 മാർക്കിന്റെ ഒരു ചോദ്യമാണെങ്കിൽ, ഒരു പ്രവർത്തനാണെങ്കിൽ 4 മാർക്കിന് വിവരിച്ചെഴുതാനും 1 മാർക്കിന് 1 വേർഡും ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ആ 1 വേർഡ് നമുക്ക് സാധാരണയായിട്ട് സമാന പദങ്ങള് അല്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക അല്ലെ. ഇതിന്റെ അർത്ഥം കണ്ടെത്തുക എന്നൊക്കെ. അപ്പൊ ആ 1 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ടീച്ചർ ഇന്ന് മഴവില്ല് വരയ്ക്കുന്നവർ എന്ന് പറയുന്ന പാഠത്തിലെ പുതിയ പദങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരാന്ന് വിചാരിച്ച് ആദ്യം തന്നെ അതിലെ കുന്നിന്റെ ഇടയിൽ ചതുപ്പുള്ളതിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇത് നോക്കിയേ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ചതുപ്പ്. ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ചതുപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ചതുപ്പ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ദാ ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലം. ദാ ഇവിടെയൊക്കെ നോക്കിയേ, ചെളി അല്ലെ. ദാ ഇവിടെയൊക്കെ നിറയെ ചെളിയാണ്. അപ്പൊ ഈ ചെളി കെട്ടിക്കിടക്കുന്ന ഈ സ്ഥലമാണ് എന്ത്? ചതുപ്പ് എന്ന് പറയുന്നത്. ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ചതുപ്പ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അത് ടീച്ചറെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. മധ്യേ എന്ന് പറഞ്ഞാൽ എന്താ? മധ്യഭാഗം, മധ്യയുള്ള ഭാഗം. നടുക്ക് എന്നാണ്. നിന്റെ മധ്യത്തിൽ ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ മധ്യാണോ? അല്ല അല്ലെ. മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ നടുക്ക്. നാളെ പോയിട്ട് കൂട്ടുകാരോടൊക്കെ ചോദിക്കുക, എടാ ഞാൻ എന്റെ മധ്യത്തിൽ, നിങ്ങളെ മധ്യത്തിൽ ഞാനൊന്ന് ഇരുന്നോട്ടെ. 2 പേരുടെ മധ്യത്തില്, നടുക്ക് അല്ലെ. നടുക്ക് എന്നാണ്, സെന്റർ എന്നാണ് ഇതിന്റെ അർത്ഥം. മധ്യം എന്ന് പറഞ്ഞാല്. ചതുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെളി കെട്ടിയ സ്ഥലം. ഇനി കലമ്പുക. നിങ്ങൾ ആരോടെങ്കിലും കലമ്പാറുണ്ടോ? വീട്ടിൽ ആരോടെങ്കിലും കലമ്പാറുണ്ടോ? മിക്കവാറും കലമ്പാറുള്ളത് നിങ്ങളുടെ സിബ്ലിങ്സിനോട് തന്നെ ആയിരിക്കും അല്ലെ. ഒന്നുകിൽ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി, അനിയൻ, അനിയത്തിയായിട്ട് എപ്പോഴും നിങ്ങൾ കലമ്പലായിരിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ കലമ്പാൻ വരും നിങ്ങളോട്, അങ്ങനെയല്ലേ. അപ്പൊ കലമ്പുക എന്ന് പറഞ്ഞാല് ശബ്ദിക്കുക അല്ലെങ്കിൽ കലഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കലമ്പുക. ഇനി ജാലകം. എല്ലാവർക്കും അറിയാം, കിളിവാതില്, ജനല് അല്ലെ. ജാലകം എന്ന് പറഞ്ഞാല് കിളിവാതിൽ അല്ലെങ്കിൽ ജനൽ എന്നൊക്കെ പറയുന്നതാണ്. അതപ്പോ കറക്റ്റ് അത് തന്നെയാണ് കേട്ടോ. ഇനി പടവുകള്. നിങ്ങൾ എന്താണ് പറയാറ്? കുളത്തിന്റെ ഒക്കെ അല്ലെ. ഒരു കുളക്കരയിലൊക്കെ പോയാല് മുത്തശ്ശിമാരൊക്കെ പറയായിരുന്നു, അതിന്റെ പടവ് നോക്കിയിട്ട് ഇറങ്ങണേ, അതിന്റെ പടവ് ഇളകിയിട്ടുണ്ട് എന്ന്. പടവ് ഇളകിയിട്ടുണ്ട്, നോക്കിയിട്ട് ഇറങ്ങണേ എന്ന് പറയാറുണ്ടായിരുന്നു. പടവുകൾ എന്ന് പറഞ്ഞാൽ പടികളാണ് മക്കളെ. പടികൾ അല്ലെങ്കിൽ സ്റ്റെപ്പാണ് അല്ലെ. സ്റ്റെപ്പാണ്, സ്റ്റെപ്പ്. ശീല, തുണി. നീ ആ ശീലയും ചുറ്റി കളിക്കാണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കായിരുന്നു എന്റെ ഒക്കെ മുത്തശ്ശി, അച്ചമ്മയൊക്കെ. ഓള ശീലയും ചുറ്റി നടക്കുന്ന ഓള ഡ്രസ്സ് അല്ലെങ്കിൽ തുണി, അതൊക്കെയാണ് കേട്ടോ ശീല എന്ന് പറഞ്ഞാല്. ശീല, തുണി. അന്നം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഭക്ഷണം. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. ആരോരുമില്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങള് പോറ്റുമേടിയേ, അന്നം കൊടുത്തുകൊണ്ട കുഞ്ഞിന് അച്ഛനും അമ്മയുമാകുമേടിയേ. ടീച്ചർ എഴുതിയ ഒരു നാടൻ പാട്ടിന്റെ വരിയാണത്. ആരോരുമില്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾ പോറ്റും, എന്നിട്ടാ അന്നം കൊടുത്തുകൊണ്ട്, ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഞങ്ങളാകും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് മക്കള് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രസവിക്കണമെന്ന് തന്നെ ഇല്ലല്ലേ, അവരുടെ സ്വന്തം അച്ഛനും അമ്മ തന്നെ ആവണമെന്നില്ല. ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും മക്കളാക്കാം എന്നാണ് ടീച്ചർ ആ പാട്ടിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് വന്നപ്പോ ഓർമ്മ വന്നാണ് അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഇനി നിറത്തുകിൽ. നിറത്തിന്റെ തുകില്. തുകിൽ എന്ന് പറഞ്ഞാല് നിറ എന്ന് പറഞ്ഞാല് നിറമുള്ള. നിറത്തുകിൽ എന്ന് പറഞ്ഞാൽ നിറമുള്ള വസ്ത്രത്തെയാണ് നിറത്തുകിൽ എന്ന് പറഞ്ഞാല്. നിറഭേദം എന്ന് പറഞ്ഞാൽ
നിറവ്യത്യാസം, പല പല വ്യത്യാസങ്ങളെ, ഭേദങ്ങൾ, അതിന്റെ നിറത്തിന്റെ പല ഭേദങ്ങളാണ്, പല പല വ്യത്യാസങ്ങളാണ്. അതായത് ആ കുന്നിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. ആ കുന്നില് നീല കുന്നാണെങ്കിൽ നീല കളറുള്ള മരം കാണാം, നീല കളറുള്ള പക്ഷി കാണാം, നീല കളറുള്ള മനുഷ്യരെ കാണാം. അപ്പൊ ആ നിറത്തിന്റെ തന്നെ പല പല വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്പൊ മക്കളെ, ഇത്രയും പദങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഉള്ള ചോദ്യങ്ങളുമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. ഇതുപോലത്തെ ചോദ്യങ്ങളും അതുപോലെ പരീക്ഷാ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർ ഇനിയും വരാം. അതുപോലെ കൃത്യമായിട്ട് പഠന പ്രവർത്തനങ്ങളൊക്കെ കാണാൻ അടുത്ത ക്ലാസ്സിലെ ലൈവ് കാണണം കേട്ടോ. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.